രാജ്യത്ത് ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന സെഗ്മെന്റുകളിൽ ഒന്നാണ് മിഡ് സൈസ് എസ്യുവികളുടേത്. ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളുടെ നിരയിലെ ക്രെറ്റ എസ്യുവിയാണ് സെഗ്മെന്റിൽ ഏറെ കാലമായി ആധിപത്യം പുലർത്തുന്നത്. ക്രെറ്റയെ ഭയപ്പെടുത്താൻ മറ്റുള്ള വമ്പന്മാർക്കൊന്നും ഇതുവരെ സാധിച്ചിട്ടുമില്ല. മാരുതി വിക്ടോറിയസ്, ടാറ്റ സിയറ എന്നിവർ കളത്തിലിറങ്ങിയിട്ടും ക്രെറ്റയെ പൂട്ടാനുമായില്ല. 2026 ജനുവരിയിലെ വിൽപ്പനയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ശക്തി തെളിയിക്കാൻ ഹ്യുണ്ടായിക്ക് വീണ്ടും സാധിച്ചിരിക്കുകയാണ്. 17,921 യൂണിറ്റുകളുടെ വിൽപ്പനയോടെ ടാറ്റ സിയറ, മാരുതി വിക്ടോറിയസ്, ന്യൂജൻ കിയ സെൽറ്റോസ് തുടങ്ങിയ എതിരാളികളെക്കാൾ മുന്നിലെത്തിയിരിക്കുകയാണ് ക്രെറ്റ ഇപ്പോൾ. വിക്ടോറിയസിന്റെ 15,240 യൂണിറ്റുകളും സിയറയുടെ 7,003 യൂണിറ്റുകളും ഇന്ത്യൻ നിരത്തിലെത്തിയപ്പോൾ സെൽറ്റോസിന്റെ 10,918 യൂണിറ്റുകളാണ് കിയ വിപണനം ചെയ്തത്. കൃത്യമായ ഇടവേളകളിൽ എസ്യുവിയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതാണ് ക്രെറ്റയുടെ വിജയത്തിന്റെ പ്രധാന കാരണം. 2025 കലണ്ടർ വർഷത്തിൽ 2 ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ച് ഹ്യുണ്ടായി ക്രെറ്റ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. ഒരു കലണ്ടർ വർഷത്തിൽ ഹ്യുണ്ടായുടെ എസ്യുവി നേടുന്ന എക്കാലത്തെ മികച്ച വിൽപ്പന കണക്കുകൾ കൂടിയാണിത്. ആഭ്യന്തര വിപണിയിൽ ഓരോ ദിവസവും 550 ക്രെറ്റകൾ വിൽക്കുന്നുണ്ടെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ 5 വർഷത്തിനിടെ ക്രെറ്റ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന എസ്യുവിയായി മാറുകയും ചെയ്തിട്ടുണ്ട്.